രാജ്യത്തെയും പൊതുസമൂഹത്തെയും ഒരേ സമയം ലജ്ജിപ്പിക്കുകയും ജനാധിപത്യ ബോധത്തെ നിഷ്പ്രഭമാക്കുകയും ചെയ്യുന്ന സമാനതകളില്ലാത്ത ഒരു ജീർണതയിലൂടെയാണ് സംസ്ഥാനം ഇപ്പോൾ കടന്നുപോകുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയും CMRL തമ്മിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ നിഗൂഢ സാമ്പത്തിക ഇടപാടുകൾ ഇന്ന് കേവലം ഒരു അഴിമതി ആരോപണമല്ല. 3 കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ കണ്ടെത്തലുകളിലൂടെയും കേരള ഹൈക്കോടതിയുടെ നിയമപരമായ പച്ചക്കൊടിയുടെയും അതോടെ ശക്തമായ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണമായി അത് മാറിയിരിക്കുന്നു. എന്നാൽ കടുത്ത അഴിമതി കേസിൽ നിന്നും തന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അണികളെയും ഉപയോഗിക്കുകയാണോ? സ്വന്തം മകളുടെ പേരിൽ ഉയർന്ന കോർപ്പറേറ്റ് തട്ടിപ്പ് മറച്ചുപിടിക്കുവാൻ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ ഇറക്കി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന് ചേരുന്നതോ? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതി കേസും പിണറായി വിജയന്റെ സ്വാർത്ഥ രാഷ്ട്രീയവും. ലളിതമായി പറഞ്ഞാൽ, ഒരു സേവനവും നൽകാതെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി എന്ന ഗുരുതരമായ കോർപ്പറേറ്റ് അഴിമതിയാണിത്. CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ വ്യക്തിപരമായി മാസം 5 ലക്ഷം രൂപയും അവരുടെ എക്സാലോജിക് കമ്പനി വഴി മാസം 3 ലക്ഷം രൂപയും കൈപ്പറ്റിയിരുന്നു. അതായത് മാസം തോറും 8 ലക്ഷം രൂപ വീതം, വർഷത്തിൽ 96 ലക്ഷം രൂപ. 2017 ജനുവരി മുതൽ 2020 ജൂൺ വരെയുള്ള കാലയളവിൽ ആകെ 2.78 കോടി രൂപയാണ് വീണ കൈപ്പറ്റിയത്. ഈ പണമിടപാട് നിയമവിരുദ്ധമാണെന്ന് ആദ്യം കണ്ടെത്തിയത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് ആണ്. തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. എക്സാലോജിക് കമ്പനി CMRL-ന് എന്ത് IT സേവനമാണ് നൽകിയതെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ രേഖ പോലും ഹാജരാക്കുവാൻ വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എക്സാലോജിക്കായുള്ള കരാർ അവസാനിച്ച ശേഷം CMRL യഥാർത്ഥ IT സേവനങ്ങൾക്കായി കരാറിൽപ്പെട്ട കമ്പനിക്ക് നൽകിയ തുകയേക്കാൾ 75 മടങ്ങ് അധികമാണ് ഒരു സേവനവും നൽകാത്ത വീണയ്ക്ക് നൽകിയത്. പണമിടപാടുകൾക്കപ്പുറം ഇരു കമ്പനികൾക്കുമിടയിൽ ഒരൊറ്റ ഔദ്യോഗിക ഇമെയിൽ സന്ദേശം പോലും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കാണിച്ച് CMRL അധികൃതർ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും 2026 മെയ് 26-ന് ഹൈക്കോടതി ഈ ഹർജി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. PMLA പ്രകാരമുള്ള അന്വേഷണത്തിന് EDക്ക് പൂർണ്ണമായ അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. കോടതിയുടെ ഈ ശക്തമായ ഉത്തരവിന് തൊട്ടു പിന്നാലെയാണ് ED വിപുലമായ റെയ്ഡുകളിലേക്ക് കടന്നത്. സംസ്ഥാനത്തെ 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടന്നു. ഇതിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വസതിയും ഉൾപ്പെടുന്നു. ഇതിന് പിന്നാലെ കടുത്ത തുടർ നടപടികളാണ് ED സ്വീകരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട 242 അക്കൗണ്ടുകളിലായി കിടന്നിരുന്ന 18.36 കോടി രൂപയാണ് ED ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് സംശയിക്കുന്ന 130 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങൾ പരിശോധിച്ചു വരികയാണ്. റെയ്ഡ് സമയത്ത് വീണ നൽകിയ മറുപടികൾ തൃപ്തികരമല്ലാത്തതിനാൽ കൊച്ചിയിലെ ED ആസ്ഥാനത്ത് ഹാജരാകുവാനും സമൻസ് അയക്കും. ഈ കേസിൽ ഏറ്റവും ഭയാനകവും അപലപനീയവുമായ കാര്യം പിണറായി വിജയൻ തന്റെ കുടുംബത്തിന്റെ അഴിമതി ആരോപണം മറയ്ക്കുവാൻ പാർട്ടിയെയും അണികളെയും ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ്. ഹൈക്കോടതിയുടെ കൃത്യമായ അനുമതിയോടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ തിരുവനന്തപുരത്തുണ്ടായ ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിരുന്നു എന്നാണ് നിലവിലെ കണ്ടെത്തൽ. CPM, DYFI, SFI പ്രവർത്തകർ ED വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും ചെയ്തു. മുൻകാലങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ED അന്വേഷണം വന്നപ്പോൾ അത് വ്യക്തിപരമായ കാര്യമെന്ന് പറഞ്ഞ് കൈകഴുകിയ പിണറായി വിജയനാണ് ഇപ്പോൾ സ്വന്തം മകളുടെ വ്യക്തിപരമായ ബിസിനസ് അഴിമതിയെ പ്രതിരോധിക്കുവാൻ പാർട്ടിയെ മുഴുവൻ തെരുവിലിറക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ
പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിൻ്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ ഒത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും നന്നാവുക. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധന കഴിഞ്ഞ മടങ്ങുന്നതിനിടെ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി BJP നേതാവും MLAയുമായ V മുരളീധരനും രംഗത്ത് വന്നിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ഗൗരവമുള്ളതാണെന്ന് V മുരളീധരൻ പറഞ്ഞു. അതേസമയം ED പരിശോധനയ്ക്ക് പിന്നിൽ കോൺഗ്രസ് BJP ഡീലാണെന്ന ആരോപണത്തോടും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഒരു കേസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു കേസ്, ആ കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ വിജയന്റെ ഭാഗത്തു നിന്നും അന്നത്തെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പല ശ്രമങ്ങളുണ്ടായി. KSIDC അടക്കം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ശ്രമങ്ങൾ നടത്തി. മിനിയാന്ന് ഈ അന്വേഷണത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സവാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 10-12 സ്ഥലങ്ങളിൽ അവർ ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് പോയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഇതുപോലത്തെ കേസുകളൊന്നും ആരെയും പരിഭ്രാന്തരാക്കില്ല. കാരണം മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. പിണറായി വിജയന് പരിഭ്രാന്തി ഇല്ലെങ്കിൽ ഇന്നലെ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാൻ അതിൻ്റെ കാരണം മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഈ അക്രമം അഴിച്ചുവിട്ട ആളുകൾ അവർക്കെങ്കിലും അറിയാമോ ഈ CMRL വീണ വിജയന് നൽകിയിട്ടുള്ള മാസപ്പടി, ആ മാസപ്പടി എന്ത് സേവനം വീണ വിജയൻ്റെ കമ്പനി CMRLന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നൽകിയിട്ടുള്ളത്? കാരണം
മാർക്സിസ്റ്റ് പാർട്ടി ആ കാര്യം വിശദീകരിച്ചിട്ടില്ല. നിയമസഭയിലോ പുറത്തോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ വിശദീകരിച്ചിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും അതുപോലെ SFIOയുടെയും ഉദ്യോഗസ്ഥന്മാരോടും വിശദീകരിച്ചിട്ടില്ല. അങ്ങനെ വിശദീകരിക്കാത്ത സാഹചര്യത്തിൽ ഏതാണ്ട് 130 കോടിയുടെ ഫേക്ക് പേയ്മെന്റ്സ് നടന്നു എന്നാണ് ED കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മണി ലോണ്ടറിംഗ് വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. SFIOയുടെ കേസുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രത്യേക കേസാണ്. അപ്പോൾ ഈ കേസിനെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താം എന്നുള്ള കേരളത്തിലെ CPMന്റെ പതിവ് സമീപനം, ആ പതിവ് സമീപനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് എടുത്തു കഴിഞ്ഞാൽ കളി വേറെയായിരിക്കും എന്നുള്ള കാര്യം ഒരുപക്ഷെ അവർക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ പരിശോധിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിലെ അവരുടെ കൂട്ടാളിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇതേപോലത്തെ സമീപനം ബംഗാളിലെടുത്തപ്പോൾ ആ ബംഗാളിൽ പിന്നീട് എന്തുണ്ടായി എന്നുള്ളത് അവർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് വന്നത് BJP കോൺഗ്രസ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. പിന്നെ എന്തിടിയില്ല? ഞാൻ പറയട്ടെ, CPMകാർ പല തമാശകളും പറയാറുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം കോമാളി വേഷമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ കിട്ടുന്നത് എന്ന് ഞാനല്ല പറഞ്ഞത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവരുടെ പാർട്ടി യോഗങ്ങളിൽ പറയുന്നു എന്നാണ്. ഇപ്പോ പാർട്ടി അണികൾ പറയുന്നത് ഈ കോമാളി വേഷം കെട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്നാണ്. അപ്പൊ ഇതുപോലത്തെ വാദങ്ങൾ, അതായത് ഈ കേസ് എന്തുകൊണ്ട് ഈ റെയ്ഡ് ഇത്ര വൈകി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം, കേരള ഗവൺമെന്റിന് അറിയാം. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ 3 കോടതികളിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. മടിയിൽ കനമില്ലാത്ത ആൾക്കാർ നിയമത്തിന്റെ വഴിയിലൂടെ നേരിട്ടൂടെ? എന്തിനാ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്? തെരുവിലിറങ്ങി ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം ഒഴിച്ചുവിടുന്നത്? അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ ഇതിൽ മടിയിൽ കനമുണ്ട്, പല രേഖകളും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്ന രേഖകൾ കൈവശമുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ. ED ഉദ്യോഗസ്ഥർക്കെതിരെ ഈ ഇപ്പോൾ നടത്തുന്ന അക്രമത്തിൽ അന്വേഷണം നടത്തുന്നത് കേരള പോലീസാണ്. ആ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് പോകണം എന്നൊരു ആവശ്യമുണ്ടോ? അല്ല, ക്രമസമാധാന പാലനം. കാരണം ബംഗാളില് CBI ആയിരുന്നു ഈ സന്ദേശ് കാലിയിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമം നടന്നപ്പോൾ അന്വേഷണം നടത്തിയത്. അത് കേരള സർക്കാർ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇന്നലെ എടുത്ത സമീപനം തന്നെയാണ് തുടരാനെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. ഈ ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ചയല്ലേ? ആഭ്യന്തര വകുപ്പ് തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിൽ ഇത്രയും വലിയൊരു അക്രമം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് എവിടെ പോയി ഒളിക്കുക? തൊട്ടപ്പുറത്തുനിന്ന് നന്ദാവനം ക്യാമ്പിൽ 100 കണക്കിന് പോലീസുകാർ വെറുതെ ഇരിക്കുകയല്ലേ? അവരവിടെ തയ്യാറായിട്ട് നിൽക്കുകയല്ലേ? ആ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ അക്രമം അഴിച്ചുവിടുന്ന ആളുകളെ നേരിടാൻ എന്താ നിയോഗിക്കാതിരുന്നത്? അപ്പോൾ കേരള ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പ് ഒന്നുകിൽ ഇപ്പോഴും പോലീസ് രമേശ് ചെന്നിത്തലയുടെ നിയന്ത്രണത്തിൽ വന്നില്ല, സതീശന്റെ നിയന്ത്രണത്തിൽ വന്നില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഇത്രയും കാലം എന്താ നിങ്ങൾ അന്വേഷിക്കാത്തത്, എന്താ റെയ്ഡ് നടത്താത്തത് എന്ന് ചോദിച്ച ആൾക്കാർ റെയ്ഡ് നടത്താൻ വരുമ്പോൾ അവർക്ക് ഇന്നലെ വരെ എടുത്ത സമീപനമല്ല ഇന്നുള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് പറയും. അതെ, അത് പാർട്ടി മെമ്പർ അല്ലെങ്കിലും അത് അവസാനം എത്തുക എവിടെയായിരിക്കും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും. കാരണം വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വ്യക്തി ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഈ പണം പോയിട്ടുള്ളത്. ആ വീണാ വിജയൻ അവരുടെ ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പേയ്മെന്റ് മുഴുവൻ നടന്നത് എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ്.
അതുകൊണ്ട് സ്വാഭാവികം ഈ തരത്തിലുള്ള അല്ല, അത് തന്നെ വളരെ വ്യക്തമാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് ഈ കാര്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് പങ്ക് എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തം. ധാരാളം മുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്താണ് ഞാൻ മന്ത്രിയായത്. അല്ല, ഞാൻ പറയട്ടെ, എന്നേക്കാൾ മുതിർന്ന നിരവധി നേതാക്കന്മാര് പാർട്ടിയിലുള്ളപ്പോ തന്നെ പാർട്ടി എന്നെ MP ആക്കാനും മന്ത്രിയാക്കാനും തീരുമാനിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ താല്പര്യത്തിന്റെ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരിൽ ആര് നേതാവായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ഇന്ത്യ സഖ്യത്തിനെതിരായിട്ട് നിയമസഭക്കകത്ത് പോരാടും. ഗോപകുമാർ അദ്ദേഹത്തിന്റെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 137 വേഴ്സസ് 3. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അത് മുഖ്യമന്ത്രിയുടെ മകളായാലും സാധാരണക്കാരായാലും. നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് കോടതിയിലും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുമാണ്. അല്ലാതെ തെരുവിൽ പാവം അണികളെ ഇറക്കി അക്രമം അഴിച്ചുവിട്ടുകൊണ്ടല്ല. പശ്ചിമബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിവെച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് ഭരണാധികാരികളുടെ ഇത്തരം അന്ധമായ അഹങ്കാരവും അണികളുടെ അവിവേകപൂർണവുമായ പ്രതിരോധവുമായിരുന്നു. നിയമവാഴ്ചയും ജനാധിപത്യ ബോധത്തെയും പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ അരങ്ങേറുന്ന ഇത്തരം നാടകങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് ഏൽപ്പിക്കുന്നത് വലിയൊരു ആഘാതമാണ്. സ്വന്തം കുടുംബത്തിന്റെ അഴിമതി ആരോപണത്തിൽ പാർട്ടിയെ പണയം വെക്കുന്ന പിണറായി വിജയന്റെ ശൈലി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അക്രമ രാഷ്ട്രീയത്തിനല്ല, മറിച്ച് സുതാര്യമായ നിയമവ്യവസ്ഥയ്ക്കാണ് പൊതുസമൂഹം പിന്തുണ നൽകേണ്ടത്. ഈ കേസിൽ കൃത്യവും സുതാര്യവുമായ അന്വേഷണം നടക്കുകയും കുറ്റക്കാർ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്.